ഇന്ന് ക്ലാസ് കഴിഞ്ഞ ഉടനെയുള്ള ഞങ്ങളുടെ പരിപാടി എന്ന് പറഞ്ഞാൽ റൂം ഒന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്യാന്നുള്ളതാണ്. ഞങ്ങൾക്ക് ഒരു മണിയൊക്കെ ആകുമ്പോഴേക്കും ക്ലാസ് കഴിയും. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു നേരത്തെ വന്നിട്ട് കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് റൂം ക്ലീൻ ചെയ്യുന്ന പരിപാടിയൊക്കെ അങ്ങ് തുടങ്ങാം. അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് പുറത്തോട്ടൊക്കെ പോകണമായിരുന്നു. അപ്പോഴാണ് ഇത്രയും ചെറിയ ബ്ലൗസ് ഒക്കെ പൂത്തിക്കുന്നത് ഞങ്ങൾ കാണുന്നത്. പിന്നെ തിരിച്ചു വന്നിട്ട് കഴുകിയിടാനുള്ള തുണിയൊക്കെ അങ്ങ് ആദ്യം കഴുകിയിട്ടു. എന്നിട്ടാണ് റൂം ക്ലീനിങ്ങിന്റെ പരിപാടിയിലോട്ട് അങ്ങോട്ട് പോയത്. സത്യം പറഞ്ഞാൽ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തിട്ട് കുറച്ച് അധികം ദിവസമായി. പിന്നെ ഞങ്ങൾ ഇത് നോമ്പിന് മുമ്പ് എടുക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ നോമ്പൊക്കെ വരുവായതുകൊണ്ട് നന്നായിട്ടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാന്ന് വിചാരിച്ചു. ആദ്യം ബെഡ്ഷീറ്റൊക്കെ അലക്കായിട്ടിട്ട് ബെഡൊക്കെ ഒന്ന് മടക്കി വെച്ചതാണ്. ഇല്ലെങ്കിൽ ബെഡിനകത്ത് നിറച്ചും പൊടിയാവും. പിന്നെയുള്ള ഏറ്റവും വലിയ പണിയായിരുന്നു ഈ പെട്ടിയും ബാഗും ഒക്കെ ഒന്ന് പുറത്തോട്ടേക്ക് തള്ളി വെക്കാന്നുള്ളത്. അതിനകത്ത് ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ അതിനകത്തും കൂടി പൊടിയായിട്ട് ആകെ വൃത്തിയിടാവും. അതുകൊണ്ട് ഞങ്ങൾ അതെല്ലാം കൂടി പുറത്തോട്ട് തള്ളി വെച്ചിട്ടാണ് ക്ലീനിങ് തുടങ്ങിയത്. കുറച്ചധികം സാധനങ്ങൾ തന്നെ വേസ്റ്റ് ആയിട്ട് കളയാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. അതിന്റെ ഇടയിലാണ് നമ്മൾ കഴിഞ്ഞ വട്ടം ഉണ്ടാക്കി ചീറ്റിപ്പോയ പോപ്കോണിന്റെ കവർ ഞങ്ങൾ കണ്ടത്. കുറേ ആഗ്രഹിച്ച് പ്രതീക്ഷകളോടെ വാങ്ങിയ പോപ്കോൺ ആണ്. പക്ഷെ ഞങ്ങൾ അത് കളഞ്ഞിട്ടില്ല. ഒന്നുകൂടി ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ സെം കഴിഞ്ഞിട്ട് കളയേണ്ട സാധനങ്ങളൊന്നും ഞങ്ങൾ കളഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഒരു ആക്രിക്ക് കൊടുക്കേണ്ട പേപ്പർ അത്രയും ഞങ്ങളുടെ റൂമിനകത്തുണ്ടായിരുന്നു. ഇതിന്റെ ഇടയിൽ സ്പീക്കറിൽ പാട്ടൊക്കെ വെച്ച് വൈബ് അടിച്ചിട്ടാണ് ഞങ്ങൾ ക്ലീൻ ചെയ്യുന്നത്. ഈ പാട്ടൊക്കെ വെക്കുമ്പോൾ അതിന്റെ ഒരു വൈബിൽ അങ്ങ് ക്ലീൻ ചെയ്തങ്ങ് പോകും. ഇല്ലെങ്കിൽ എല്ലാവരും ഉറങ്ങി കുറേയൊക്കെ പണിയൊക്കെ ഒതുക്കി കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പുറത്തോട്ടേക്ക് പോയത്. അപ്പോഴാണ് ഞങ്ങൾ ഇത്രയും ചെറിയ ബ്ലോസം പൂത്തിരിക്കുന്നത് കാണുന്നത്. ഈ ഒരു മരം നിറച്ചു ഈ മരം കാണാത്ത രീതിയിൽ പൂക്കളായിരുന്നു. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കണ്ടിട്ട് കുറച്ച് നേരം അവിടെ നിന്നിട്ട് പിന്നെ ഞങ്ങൾ ചായ കുടിക്കുന്ന പ്ലാനൊക്കെ മാറ്റിയിട്ട് വാട്ടർമെലോൺ ജ്യൂസ് കുടിക്കാൻ വേണ്ടിയിട്ട് പോയി. ഇത്രയും ജ്യൂസിനും കൂടി 9 രൂപ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് ഞങ്ങൾ അവിടെ വരെ ഇത് കുടിക്കാൻ വേണ്ടിയിട്ട് പോയത്. തിരിച്ചു വന്ന് കുറച്ചുകൂടി ഒന്ന് തൂത്ത് തുടച്ച് കർട്ടനൊക്കെ ഇട്ടപ്പോഴേക്കും റൂം ക്ലീനിങ് പരിപാടി കഴിഞ്ഞു.